ശരണ്യയുടെ വസ്ത്രത്തെപ്പറ്റി നിരവധി കമൻറ്റുകൾ ഞാൻ കണ്ടത്. അത് ബിഗ് ബോസിലായാലും ഏഷ്യാനെറ്റായാലും നേരെ വസ്ത്രം ഇടിയിപ്പിച്ചു എന്നൊക്കെയുള്ള കമൻറ്റുകൾ പ്രേക്ഷകർ പറയുന്നു. ഞാൻ പറയുന്നത് അത് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിടുക. ആവശ്യമില്ലാതെ പ്രേക്ഷകർ അതിൻ്റെ പുറകെ തൂങ്ങാതിരിക്കുക. പിന്നെ എല്ലാവരുടെയും വായ അടയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. ശരണ്യയെ സംബന്ധിച്ച് ശരണ്യയ്ക്ക് കംഫർട്ടാവുന്ന ഡ്രസ്സുകൾ ശരണ്യ ഇടട്ടെ. ഇപ്പോൾ ഈ ശരണ്യയുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ജിൻഡോയായിട്ട് ഇടയ്ക്കൊന്ന് ഉടക്കിയത് ഓർമ്മയുണ്ട്. ജിൻഡോ പറഞ്ഞ് മോശം വസ്ത്രമാണെന്ന് പറഞ്ഞതിൽ നമ്മളെ ശരണ്യയും ജിൻഡോയും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അവിടെ ബിഗ് ബോസിലെ എല്ലാവരും കൂടെ ജിൻഡോയ്ക്കെതിരെ നീങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏത് വസ്ത്രം ധരിക്കണം, ഏത് വസ്ത്രം ധരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ട അവർ തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ. ജിൻഡോയോട് അന്ന് ശരണ്യ പറയുന്നത് കേട്ടു, ഇതുപോലെ എൻ്റെ ഭർത്താവിന് ഇല്ലാത്ത വേദന തനിക്കെന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ശരണ്യെ നമ്മൾ കണ്ടു. അതാണ് ഞാൻ ചോദിക്കുന്നത്, ശരണ്യക്കില്ലാത്ത ഇത് നമുക്കെന്തിനാ? പിന്നെ നമ്മളെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് ഒരു പക്ഷേ പറയാം, പ്രേക്ഷകരിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത്. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ശരണ്യെ കാണാൻ വയ്യെങ്കിൽ ആ സമയത്ത് നമ്മൾ ലൈവ് കാണാതിരുന്ന പോലെ, അല്ലെങ്കിൽ എപ്പിസോഡ് കാണാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളതിനെപ്പറ്റി. ഓരോരുത്തരുടെ വസ്ത്രങ്ങൾ എന്ത് ധരിക്കണം എന്ന് അവർ തീരുമാനിക്കട്ടെ. അത് ശരണ്യക്ക് ഇഷ്ടമാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികളിലേക്ക് മനസ്സിൽ കാണും. പക്ഷേ ഈ വസ്ത്രത്തെ പറ്റിയൊക്കെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ആകുമെന്നൊരു തോന്നൽ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ജിൻഡോയെ പോലെ എല്ലാവരും ഇല്ലെന്നില്ലല്ലോ. ജിൻഡോ ഏത് കാര്യം തുറന്നു പറയും. അതിൻ്റെ ഒരു ഫലനമായിരുന്നു ഇന്നാൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, മോശം വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ശരണ്യ എന്തോ ബഹളമായിരുന്നു കാണിച്ച്. അതിൻ്റെ കൂടെ മാപ്പ് പറയിപ്പിക്കുകയൊക്കെ ചെയ്തു. അതാണ് അവിടുത്തെ ഒരു രീതി. അപ്പം പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ കാണുമായിരിക്കും ഇതുപോലെ എന്താ ഇവൾ കാണിക്കുന്നത് എന്ന്. അവിടുത്തെ മത്സരാർത്ഥികൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അത് തുറന്നു പറയാൻ പറ്റത്തില്ല. അതേ തന്നെ അവസ്ഥയായിരിക്കും എല്ലാവർക്കും.